വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൂഫി വിത്ത് കാരു. ഇന്നെങ്ങനെയുണ്ട്? ഇതിനെ കാണാൻ കൊള്ളാമോ? സുന്ദരിയായിട്ടില്ലേ? ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താന്നല്ലേ, എന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ് ഗായ്സ്. വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻസ്. അപ്പൊ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സ്പെഷ്യൽ ആയിരിക്കും. അതേപോലെ എനിക്കും സ്പെഷ്യലാണ്. എൻ്റെ സ്പെഷ്യൽ ഡേയ്സ് കുറച്ചുകൂടെ സ്പെഷ്യലാക്കാൻ വേണ്ടി ഞാൻ മാക്സിമം അമ്പലത്തിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. അമ്പലത്തിൽ പോകുമ്പോഴേ എനിക്കത് കംപ്ലീറ്റ് ആയി എന്നൊരു ഫീല് തോന്നാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടാളൂടി ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോയി ദേവിയെ പ്രാർത്ഥിച്ച് വന്നിട്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ സെലിബ്രേഷൻസ് ശരിക്കും കുറച്ച് നാൾ മുന്നേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. സെലിബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നേക്കെ. അതിന്റെ വീഡിയോസ് എല്ലാം ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ജെന്യുവിൻ അഭിപ്രായം പറയണം കേട്ടോ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോവാണ്. എന്നെ സർപ്രൈസ് ആയിട്ട് എന്റെ ഏട്ടായി ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോവാണ്. സർപ്രൈസ് എന്താന്നൊക്കെ ഞാൻ 2 ദിവസം മുന്നേ അറിഞ്ഞു. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, ബൈ. ഹായ് ഗായ്സ്, നിങ്ങളോട് ഞാൻ ഹൈപ്പ് തന്ന എൻ്റെ സർപ്രൈസ് ഇതായിരുന്നു ഗായ്സ്. ദ ട്രാവൻകൂർ ഹെറിറ്റേജ്. ഇവിടേക്ക് ഒരു സ്റ്റേക്കേഷനായിട്ടാണ് എന്നെ ഏട്ടായി കൊണ്ടുപോയത്. പാവത്തിന് എന്നോട് സർപ്രൈസ് പൊട്ടിക്കേണ്ടി വന്നു 2 ദിവസം മുന്നേ. കാരണം കുഞ്ഞിനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ ആലോചിച്ച് പാക്ക് ചെയ്യണ്ടേ. അതുകൊണ്ട് ഇതായിരുന്നു ഞങ്ങളുടെ കോട്ടേജ്, ഞങ്ങളുടെ റൂം. ഇതാണ് ഗായ്സ്. ഹായ്, സൂപ്പർ ഡൂപ്പർ ക്യൂട്ട് റൂമായിരുന്നു. ശങ്കുട് അവിടെ ഹാപ്പിയായി വൈബ് ചെയ്ത് കിടപ്പുണ്ട്. ഞങ്ങളുടെ ബെഡൊക്കെ അവർ ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിരുന്നു. ആ സാധനം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കേക്കാണെന്ന്. പക്ഷേ അല്ല, അത് ടവലായിരുന്നു. സ്ഥലം അടിപൊളിയായിരുന്നു. കാം ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ആനിവേഴ്സറിക്ക് എനിക്ക് ഈ ഗിഫ്റ്റ് അല്ലാണ്ട് വേറെ എന്ത് തന്നിരുന്നെങ്കിലും ഞാൻ ഇത്രയും ഹാപ്പി ആവില്ലായിരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല, ശങ്കുടും അതെ. ശങ്കുടും അവിടെ നല്ലോണം വൈബ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ സർവീസ് പറയാതിരിക്കാൻ വയ്യ. കുഞ്ഞിന് വേണ്ടിയിട്ടായാലും കുഞ്ഞിന് റൂമിലും അവർ ക്രാഡിലെത്തിച്ചു. റെസ്റ്റോറൻറ്റിലും അവർ ഇതുപോലെ ഒരു ബേബി കോട്ട് കൊണ്ടുവന്നിരുന്നു. രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ നല്ല യമ്മി ഫുഡായിരുന്നു. പിന്നെ ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു കുഞ്ഞ് കേക്ക് കട്ടിങ്, അതാണ് നിങ്ങളെ കാണുന്നത്. ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു കുഞ്ഞ് സന്തോഷം. പിന്നെ ഈ ട്രിപ്പിന് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. ഞങ്ങൾ ആസ് എ ഫാമിലി ഓഫ് 3 ആദ്യമായി പോയൊരു ട്രിപ്പായിരുന്നു. കുറേ നാളെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട്, പോസ്റ്റ്മോർട്ടം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഒന്ന് റിലാക്സ്ഡായി പുറത്തിറങ്ങുന്നത് ഇത് ആദ്യമായിട്ടാണ്. രാവിലെ ഞങ്ങളൊരു കിഡിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ ഒന്നുകൂടെ ഒന്ന് കറങ്ങാനിറങ്ങി. നിങ്ങളും നിങ്ങളുടെ ഫാമിലിയായിട്ട് ഇതുപോലൊരു ടൈം സ്പെൻഡ് ചെയ്യണം. ബിസി സ്കെഡ്യൂളിൻ്റെ ഇടയിൽ ഇതുപോലെ സ്റ്റേക്കേഷനൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്യണം. എൻ്റെ ഈ കുഞ്ഞ് സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തപ്പം ഞാൻ ഒന്നുകൂടി ഹാപ്പിയായി. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.